എന്താണ് ADD? അതായത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ. ഇന്ന് നമുക്ക് ചുറ്റുമുള്ള കുട്ടികളിൽ നമുക്ക് ADD ഉള്ള കുട്ടികളെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഒട്ടുമുക്ക പേരൻസും പറയുന്നുണ്ട് അവർ ലിസൺ ചെയ്യുന്നില്ല, അറ്റൻഷൻ കുറവാണ്, അല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള പല കാരണങ്ങൾ അവർ പറയുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് നമ്മുടെ കുട്ടികൾ അവരുടെ അക്കാഡമിക് ലെവലിൽ അവർ ബാക്കിലോട്ട് പോകുന്നത് കാണാൻ സാധിക്കും. അപ്പം ഒരു ADD ഒരു കുട്ടിക്കുണ്ട് എന്ന് പറയണമെങ്കിൽ നമുക്കതൊരു കുറച്ച് ലക്ഷണങ്ങൾ തന്നെയുണ്ട്. അപ്പം ഈ ADD എന്ന് പറയുന്നത് ഒരു 3 സിംറ്റംസിൻ്റെ ഒരു കൂട്ടമാണ്. അതായത് അറ്റൻഷൻ സ്പാൻ അതിൽ വരും, പിന്നെ വരുന്നതാണ് ഇമ്പൾസീവ് കൺട്രോൾ, ലാസ്റ്റ് വരുന്നതാണ് ഹൈപ്പർ ആക്ടിവിറ്റി. ഇതിൽ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഹൈപ്പർ ആക്ടിവിറ്റിയോട് കൂടി ADDയെ കുറിച്ചാണ്. അതായത് ഒട്ടുമുക്ക കുട്ടികളിൽ നമുക്ക് കൂടുതലായിട്ട് ഇന്ന് സ്കൂളുകളിലൊക്കെ കാണാൻ സാധിക്കും ADHD ഉള്ള കുട്ടികളെ. അപ്പം ഇതൊരു കുട്ടിക്ക് ഉണ്ട് എന്ന് സംശയിക്കണമെങ്കിൽ നമ്മുടെ അമേരിക്കൻ സൈക്രാറ്റിക് അസോസിയേഷൻ്റെ ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിക്കൽ മാനുവൽ അനുസരിച്ച് ഒരു കുട്ടിക്ക് ഇതിൽ ഒരു 8 സിംറ്റം എങ്കിലും ഒരു 6 മാസം തുടർച്ചയായിട്ട് കാണിക്കുകയും അത് 7 വയസ്സിന് മുമ്പ് കാണിക്കുകയും ചെയ്യണം. ശേഷം 7 വയസ്സിന് ശേഷം അത് കുട്ടി തുടരുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ കുട്ടിക്ക് ഒരു ADHD ഉണ്ട് എന്ന് പറയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം നമുക്ക് ആ സിംറ്റംസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ സിംറ്റംസ് എന്ന് പറയുന്ന ആ കുട്ടിക്ക് അസ്വസ്ഥനായിരിക്കും, അവനെപ്പോഴും അവന് അടങ്ങി ഒതുങ്ങിയിരിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമ്മൾ പറയുന്ന ഒരു ഇൻസ്ട്രക്ഷൻ അവർ കേൾക്കാൻ തയ്യാറാവില്ല. പിന്നെ അവർ ചെയ്യുന്നൊരു കാര്യമാണ് അവരുടെ ടേണിംഗ് പോയിന്റിന് വേണ്ടി അവർ കാത്തു നിൽക്കില്ല. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി കൊടുത്തു, അവരത് കംപ്ലീറ്റ് ചെയ്ത് അടുത്തിലേക്ക് മൂവ് ചെയ്യുന്നത് കാണാം. പിന്നെ അവർക്ക് അവരുടെ പിയേഴ്സിൻ്റെ കൂടെ കളിക്കാനായിട്ട് അവർക്ക് ഇഷ്ടമില്ല. അവർക്ക് അത് പതുക്കെ ഒരു ക്ഷമയോടെ ശാന്തതയോടെ അവരോടൊപ്പം കുട്ടികളോടൊപ്പം കളിക്കാൻ സാധിക്കില്ല. പിന്നെ കാണുന്നതാണ് നമുക്ക് തോന്നും അവർ ശ്രദ്ധിക്കില്ല. അതായത് ഞാൻ കഴിഞ്ഞ ദിവസം സ്കൂളിൽ ഒബ്സർവേഷൻ ആയപ്പോൾ ഒട്ടുമിക്ക ടീച്ചേഴ്സും പറയും അവർ ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ നമുക്ക് അങ്ങനെ തോന്നും അവർ ശ്രദ്ധിക്കുന്നില്ല, പക്ഷെ അവർ ശ്രദ്ധിക്കുന്നുണ്ടാവും. പിന്നെ അവർ കാണുന്നതാണ് അവർക്ക് ഡേഞ്ചർ ആക്ടിവിറ്റീസ്, അങ്ങനെയുള്ള പ്ലേ ആക്ടിവിറ്റീസിലാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത്. ഇനിയിപ്പോൾ നമ്മൾ അവർക്ക് എന്തെങ്കിലും ഒരു പണിഷ്മെൻറ്റ് എന്തെങ്കിലും കൊടുത്താൽ അവർക്ക് അതിനൊന്നും ഒരു പെയിൻ ചില കുട്ടികൾക്ക് അനുഭവപ്പെടുകയില്ല. ഇനി എന്തെങ്കിലും പണിഷ്മെന്റ് അല്ലെങ്കിൽ റിവാർഡ് എന്തെങ്കിലും കൊടുത്താൽ അവരത് പെട്ടെന്ന് തന്നെ മറന്നു പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. പിന്നെ കാണാൻ സാധിക്കുന്നതാണ് അവർ മറ്റുള്ളവരുടെ സംസാരത്തെ തടസ്സപ്പെടും, അല്ലെങ്കിൽ അത് കയറി ഇടപെടുന്നതായിട്ട് കാണാൻ സാധിക്കും. പിന്നെ അവർ ഭയങ്കരമായിട്ട് ടോക്റ്റീവ് ആയിരിക്കും. പിന്നെ അവർ കാണുന്നത് നമ്മൾ എന്തെങ്കിലും അവർക്ക് ആക്ടിവിറ്റിക്ക് വേണ്ടി എന്തെങ്കിലും പെൻസിൽ അങ്ങനെ തിങ്സ് എന്തെങ്കിലും കൊടുത്ത് അത് പെട്ടെന്ന് നഷ്ടപ്പെടുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പം ഇങ്ങനെയുള്ളൊരു കുറച്ച് സിംറ്റംസ് അല്ലെങ്കിൽ ഇതിലൊരു 8 സിംറ്റം എങ്കിലും തുടർച്ചയായിട്ട് ഒരു 6 മാസമെങ്കിലും ഒരു കുട്ടി തുടർച്ചയായിട്ട് കാണിച്ചാൽ മാത്രമേ നമുക്ക് ആ കുട്ടി ഒരു ADHD കുട്ടിയാണ് അല്ലെങ്കിൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ളൊരു കുട്ടിയാണെന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും സിംറ്റം കണ്ടാൽ നമ്മളൊരു ഒരു സൈക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിനെയൊക്കെ കാണിച്ച് അവർക്ക് വേണ്ടിയുള്ള ഒരു ഇൻ്റർവെൻഷൻ പ്ലാൻസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അതുവഴി നമുക്ക് ആ കുട്ടികളുടെ ADHD ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും.